ഇപ്പോൾ ഇതേ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ആർഎസ്എസിന്റെ ഏജന്റ് എന്ന് നിരന്തരമായി സിപിഎം ആക്ഷേപിച്ചിരുന്ന ഗവർണറുമായി മുഖ്യമന്ത്രി നടത്തിയ ഒത്തുതീർപ്പിന്റെ പ്രതിഫലനമായിരുന്നു ഇന്ന് ഗവർണർ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം. കാരണം കേന്ദ്രത്തെ തലോടിക്കൊണ്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപനം കടന്നുപോയത്. ഗവൺമെന്റ് പുറപ്പുറത്ത് കയറിയിട്ടാണ് കേന്ദ്രത്തിനെതിരായിട്ട് വിമർശനം നടത്തിയിരുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനം ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ്, അത് ചെയ്യാതെയാണ് ഈ ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപനം നടത്തിയത്. മാത്രമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വസ്തുതകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രം എന്നാണ് ഗവർണറെ കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയിച്ചിട്ടുള്ളത്. കേരളം കണ്ട ഏറ്റവും രൂക്ഷമായ പരിതാപകരമായ ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ അത് മറച്ചുവെച്ച് ഗവർണറെ കൊണ്ട് തെറ്റായ പ്രസ്താവന നടത്തിച്ചിരിക്കുക. സാമ്പത്തിക സ്ഥിതി ഭദ്രം എന്നുള്ള പ്രസ്താവന ജനങ്ങളെ ചിരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. കാരണം ഈ കർഷക കടാശ്വാസ കമ്മീഷന്റെ കുടിശ്ശിക 400 കോടി രൂപയാണ്. പാവപ്പെട്ട തളർന്നു കിടക്കുന്ന ആളുകളെ സഹായിക്കുന്ന ആശ്വാസ കിരണം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക 200 കോടിയാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി, സമാശ്വാസം പദ്ധതി എല്ലാം മുടങ്ങി. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസമായി കൊടുത്തില്ല. ഗവർണറുടെ പ്രസംഗത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച നവകേരളം പദ്ധതിക്ക് കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചത് 1600 കോടി രൂപയാണ്. ചെലവാക്കിയത് 3%, 48 കോടി. അപ്പോൾ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്ന ഏറ്റവും ദുഷ്കരമായ ഒരു ഘട്ടത്തിൽ നികുതി വരുമാനം കുറയുകയും ദുർച്ചെലവുകൾ വർദ്ധിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ച് കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണ് എന്നുള്ളൊരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും മോശം പോലീസായി കേരളത്തിലെ പോലീസ് മാറിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇന്നത്തെ പത്രം, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി മയക്കുമരുന്ന് മാഫിയയുമായും ഗുണ്ടാ മാഫിയയുമായും പോലീസിനും CPM-നും ബന്ധമുണ്ട്, അതിന് പൊളിറ്റിക്കൽ പേട്രണേജും പോലീസിന്റെ സംരക്ഷണവുമുണ്ട് എന്നുള്ള ഞങ്ങളുടെ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഈ പോലീസിനെതിരായ നടപടികൾ. പോലീസിൽ ഗുണ്ടാ മാഫിയ ബന്ധം മാത്രമല്ല ഉള്ളത്, പോലീസിൽ തീവ്രവാദികൾ, ഭൂരിപക്ഷ തീവ്രവാദികളും ന്യൂനപക്ഷ തീവ്രവാദികളും രണ്ടുപേരും പോലീസിൽ നുഴഞ്ഞേറിയിരിക്കുക. അങ്ങനെ പോലീസും അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വഷളായ സ്ഥിതിയിൽ നിൽക്കുമ്പോൾ പോലീസ് ബെറ്ററാണ് എന്ന് പറയുകയാണ്. അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം ഊട്ടിയുറപ്പിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റിൽ പോലും അക്രഡിറ്റേഷനുള്ള പത്രപ്രവർത്തകർക്ക് പോലും കയറാൻ അനുമതി നിഷേധിച്ച ഗവൺമെന്റാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ എന്തിനാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? 47% പ്ലാൻ ചെലവാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ചെലവെന്ന് പറയുന്നത് 47%. അപ്പൊ യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. പണമില്ലാതെ സർക്കാർ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ പ്രഖ്യാപനങ്ങളെല്ലാം കടലാസുകളിൽ ഒതുങ്ങിയാണ്. ഇപ്പൊ തീരപ്രദേശത്തെ കുറെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 1ാം പിണറായി സർക്കാർ വന്ന അന്നു മുതൽ എല്ലാ ബജറ്റിലും 1000 കോടി, 2000 കോടി, 5000 കോടി ഇങ്ങനെ പ്രഖ്യാപിക്കുക. ആകെ 14,000 കോടി രൂപ ഇതുവരെ പ്രഖ്യാപിച്ചു. ആ 500 കോടി രൂപ പോലും ഇതുവരെ തീരപ്രദേശത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. അപ്പൊ ചെലവാക്കാത്ത കാര്യങ്ങളും ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആവർത്തിച്ചിരിക്കുകയാണ്. വിരസമായ കാര്യങ്ങളാണ്. ഒരു ദിശാബോധം ഈ സർക്കാരിനുണ്ട് എന്ന് തോന്നിക്കുന്ന ഒന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിന് വേണ്ടി നടത്തുന്ന ഏറ്റവും മോശമായ നയപ്രഖ്യാപന പ്രസംഗം എന്നായിരിക്കും ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്.